ഞാൻ നെഹല KN എന്ന വിദ്യാർത്ഥിയുടെ മദറാണ്. 9Gയിൽ പഠിക്കുന്ന നെഹല. എന്നിൽ അർപ്പിതമായ കർത്തവ്യം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ വീട്ടിലിരുന്ന് തന്നെ അവർക്ക് എല്ലാ ആശംസകളും നേരുക എന്നുള്ളൊരു കർത്തവ്യമാണ് ക്ലാസ് ടീച്ചേഴ്സ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ മക്കൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുക. ഈ COVID-19 എങ്ങനെയൊക്കെ അതിജീവിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമുക്ക് അതിജീവിക്കാം. പിന്നെ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകളായാലും എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത്. പ്രത്യേകിച്ചും ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല സ്നേഹത്തോടെയും എല്ലാ പിന്തുണയും നമ്മുടെ മക്കൾക്ക് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ ഭാഗത്തുനിന്നും അവരുടെ ഭാഗത്തുനിന്നും ഉള്ള എല്ലാ സപ്പോർട്ടുകളും സഹകരണവും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ വലിയ ഉന്നതിയിലെത്തിച്ച് എടുക്കാൻ പറ്റും. പിന്നെ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങൾ അതെന്നുണ്ടെങ്കിലും ക്ലാസ് ഇല്ലാത്തതൊന്നും ആരും നോക്കണ്ട. പരസ്പരം രക്ഷകർത്താക്കളുടെ നമ്പർ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വിളിക്കുക. അപ്പോൾ നമുക്കെല്ലാവർക്കും പിന്നെ വീട്ടിലിരുന്നിട്ടായാലും നമ്മുടെ മക്കളെ പാഠ്യേതര വിഷയങ്ങളല്ലാതെ തന്നെ ആയാലും ഈ സമയത്ത് നമുക്ക് അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കുക്കിങ്ങാ കൃഷിയാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർക്ക് എന്തൊക്കെ ഉയർത്തി കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ഇതിൽ ഇതാക്കാം. പിന്നെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന എല്ലാവർക്കും നമുക്ക് എല്ലാവരെയും നമുക്ക് ഈ സാഹചര്യത്തിൽ നമുക്ക് അവരെയൊക്കെ സ്മരിക്കാം. എല്ലാ കുഞ്ഞുമക്കളോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ഈസ് ദ ബെസ്റ്റ് വേ ടു അറ്റൈൻ അവർ ഡ്രീംസ്. അത് കറക്റ്റാണ്. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നോ അത്രത്തോളം നമ്മളെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റും. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. ജയ് ഹിന്ദ്. ഞാൻ 9Gയിൽ പഠിക്കുന്ന നോഫ് എന്ന കുട്ടിയുടെ ഉമ്മയാണ്. ടീച്ചർ എന്നോട് ഒരു വർക്ക് പറഞ്ഞിരുന്നു, അത് ഞാൻ ചെയ്യുകയാണ്. കേരളം ഇന്ന് പല പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ഇന്ത്യയൊട്ടായ കോവിഡ് മഹാമാരിയുടെ പിടിയിലുമാണ്. ആഘോഷങ്ങളെല്ലാം ആശംസകളായി മാത്രം ഒരുങ്ങുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ളവർക്കും നമുക്ക് ചുറ്റുമുള്ളവർക്കും ഒരു കൈത്താങ്ങായിക്കൊണ്ട് നമുക്ക് ഈ കൊല്ലത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാം. മറ്റുള്ളവരെ സഹായിക്കുന്നതിന് കേരളം എന്നും ഒരു മാതൃകയാണ്. സദസ്സിന് വന്ദനം. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് പതിറ്റാണ്ടുകൾ നീണ്ട സമരമുറകളിലൂടെ നമ്മുടെ ഭാരതം സ്വതന്ത്രമായ സുന്ദര സുദിനം. സ്വാതന്ത്ര്യം അമൂല്യമാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനികൾക്ക് വൃത്തിയേക്കാൾ ഭയാനകം. പ്രാണനേക്കാൾ വലുതാണ് പിറന്ന നാടിന്റെ മാനവും സ്വാതന്ത്ര്യവും എന്ന് ചിന്തിച്ച ഒരു തലമുറ സ്വന്തം ജീവനും ജീവിതവും സമർപ്പിച്ച് പൊരുതി നേടിയ സ്വാതന്ത്ര്യമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. ആ സ്വാതന്ത്ര്യത്തെ ജാതി, മതം, വർഗം, വർണ്ണം, ദേശം, ഭാഷ എന്നിവയിലൂടെ ഭിന്നിപ്പിക്കുമ്പോൾ നിരർത്ഥകമാകുന്നത് ഓരോ സ്വതന്ത്ര സമര സേനാനിയുടെയും സ്വപ്നങ്ങളാണ്. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്നതാണ് നമ്മുടെ ആപ്തവാക്യം. 5000-ലധികം വർഷങ്ങളുടെ സമ്പന്നമായ സംസ്കാരത്തിന് ഉടമയായ നമ്മുടെ രാജ്യം കേവലം സ്വാതന്ത്ര്യാനന്തരമുള്ള ഈ 73 വർഷങ്ങൾ കൊണ്ട് നേടിയ നേട്ടങ്ങൾ അനവധിയാണ്. വിദ്യാഭ്യാസം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ശാസ്ത്ര സാങ്കേതികത തുടങ്ങി എല്ലാ മേഖലകളിലും നാം ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. എങ്കിലും ചില അസ്വാരസ്യങ്ങളും സങ്കുചിത ചിന്താധാരകളും നമ്മുടെ ഭാരതത്തിന്റെ യശസ്സിന്മേൽ കളങ്കം ചാർത്തുന്നില്ലേ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മതനിരപേക്ഷതയുടെ മൂല്യങ്ങൾക്കും ഇടിവ് തട്ടുന്നു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും നവഭാരത ശില്പിയായ ജവഹർലാൽ നെഹ്റുവും വിപ്ലവ സിംഹം ഭഗത് സിംഗും നേതാജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി എത്രയെത്ര ധീര ദേശാഭിമാനികളാണ് ഓരോ ഭാരതീയനും ആദർശത്തിന്റെയും സഹനത്തിന്റെയും മാതൃക കാട്ടിത്തന്നത്. സ്വാർത്ഥത വെടിഞ്ഞ് നാം എല്ലാവരും ഭാരതാമ്മയുടെ മക്കളാണ് എന്ന ഒറ്റ ചിന്തയോടെ ഭാരതത്തിന്റെ ഉന്നമനത്തിനും വികസനത്തിനും വേണ്ടി നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം. 74ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ
എല്ലാ ധീര ദേശാഭിമാനികളുടെയും ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഏവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. सांसों पे थोड़ा सा वतन का भी हक था, ना देख मुझे यूं मुड़ मुड़ के, तेरा मेरा साथ यही तक था। तेरी मिट्टी में मिल जावा गुल बन के मैं खिल जावा, इतनी सी है दिल की आरज़ू। तेरी नदियों में बह जावा, तेरे खेतों में लहरावा, इतनी सी है दिल की आरज़ू। ऐ मेरी ज़मीं अफसोस नहीं जो तेरे लिए सौ दर्द सहे, महफूज रहे तेरी आन सदा, चाहे जान मेरी रहे न रहे। ऐ मेरी ज़मीं महबूब मेरी नस नस में तेरा इश्क बहे, फीका न पड़े कभी रंग तेरा, जिस्मों से निकल के खून कहे। हाय तेरी मिट्टी में गुल बन के मैं, इतनी सी है दिल की आरज़ू। तेरी नदियों में बह जावा, तेरी फसलों में लहरावा, इतनी सी है दिल की आरज़ू। Morning, everybody. Respected teachers, parents, and my dear friends. First of all, I wish you all a very happy Independence Day. Today, August 15, Independence Day. We celebrate Independence Day as the national festival of India. The day marks the national independence from the British Empire on 15th August 1947. Furthermore, it is the most auspicious day for the people of India, because India became independent after a lot of hardship and sacrifices of the brave Indian freedom fighters like Mahatma Gandhi, Pandit Jawaharlal Nehru, Lokmanya Tilak, Sardar Vallabhbhai Patel, etc. They devoted their entire life for the independence of our country. Freedom fighters struggled to make our nation free from the Britishers. In addition, they were the ones who sacrificed their life for the country. In our country, pay tribute to them. I'm feeling proud to be an Indian citizen. Let's hoist our honorable national flag, then give a salute to all the revolutionaries like Bhagat Singh, Rajguru, Sukhdev, etc. After the independence, India has been a larger democratic country in the world. India is a most famous country for the saying of unity in diversity. Now, we have fundamental rights. We have the right to choose our government. We all are fortunate that we took birth in the independent India. We all must contribute for the development of our country, so that no country can imagine to rule on our country again. Soldiers fight continuously on borders to protect our nation. So, it's our duty to work for the country's development and progress. Let us pledge today to do our best and make our country the best in the world. Now, I wish to conclude my words by praying to all the heroic deaths for the freedom. God bless you all. Jai Hind. आदरणीय अध्यापकों एवं मेरे प्यारी साथियों और सभी लोगों का मेरा नमस्कार। मैं हूँ नहला के कोडंगलूर गर्ल्स स्कूल में एक सीनियर एसपीसी कैडेट हूँ। आज स्वतंत्रता दिवस के अवसर पर मुझे अपनी विचार आपके सामने व्यक्त करने का अवसर प्राप्त बहुत खुशी की अनुभूति हो रही है। आइए मैं आपको स्वतंत्रता दिवस के महत्व के बारे में बताती हूँ।
स्वतंत्रता दिवस एक ऐतिहासिक पर्व है। आज से 73 वर्ष पूर्व भारत को अंग्रेजों से आज़ादी मिली थी। भारत जिसने अपनी अस्तित्व को दिए था को पुनः अपनी पहचान मिली। अंग्रेज़ों भारत आए और यहाँ की परिवारों को बड़े ध्यान से जानने और परखाने के बाद हमारे कमज़ोरियों को ध्यान से रखते हुए हमें आक्रमण किया। हमारे वीर योद्धाओं ने कई लड़ाइयों लड़ी और उसके बाद जाके 15 अगस्त 1947 में हमें आज़ादी मिली। तब से लेकर आज तक हर साल 15 अगस्त को स्वतंत्रता दिवस मनाते आए हैं। हमारे मान प्रधानमंत्री जी द्वारा हर साल लाल किले झंडा फहराया जाता है और कुछ रंग कार्यक्रम प्रस्तुत करता है। इस स्वतंत्रता दिवस पर कोविड-19 और भारी बारिश के कारण हम कॉलेजों, स्कूलों और अन्य स्थानों पर स्वतंत्रता दिन नहीं मना सकता। इसलिए हम सभी घर पर स्वतंत्रता मनाता है। इस प्रकार हम हमारे वीर जवानों को याद करते हुए हमारे स्वतंत्रता दिवस मनाता है। जय हिंद। Respected teachers, parents, and my dear friends. At first, let me wish you all a very happy Independence Day. Today, we are celebrating 74th Independence Day. On August 15th, 1947, we got independence from British rule. This is the day for all of us to celebrate and honor our nation. It is a great and most important day for all Indians. On this day, we should remember our great leaders like Mahatma Gandhi, Jawaharlal Nehru, Subhash Chandra Bose, Bhagat Singh, and many others. They devoted their entire life for the freedom of our nation. A peaceful life that we are living today is just because of their sacrifices. Today, India is the largest democracy in the world. We are one of the most emerging economy in the world and developing rapidly in the field of education, technology, sports, and many others, which we shouldn't possible without freedom. Not to forget, our great leaders sacrificed their life to get us freedom. And it's our time to take oath to do something significant for our nation. Let's all pledge to do our best for the development of our country. I would like to say that we must be proud to be an Indian. So let's celebrate this day with great joy and remember our great leaders. Thank you. Jai Hind. ഭാരതം 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 ജനാധിപത്യ ഭാരതം മതേതരത്വ ഭാരതം സമത്വ ഭാരതം വിശാല ഭാരതം 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 ഇവിടെ നമ്മൾ ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒരുമ തന്നെ പൂക്കൾ എൻ്റെ നാടിനെത്ര ശോഭനം ഇവിടെ നമ്മൾ ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒരുമ തന്നെ പൂക്കൾ എൻ്റെ നാടിനെത്ര ശോഭനം സമതയും സഹാനുഭൂതിയും നിറഞ്ഞൊരമ്മതൻ സമതയും സഹാനുഭൂതിയും നിറഞ്ഞൊരമ്മതൻ വളരുമാത്മബന്ധമോടുയർന്നിടുന്ന മക്കളായി വളരുമാത്മബന്ധമോടുയർന്നിടുന്ന മക്കളായി
chief guest of the day, respected teachers, parents, and my all dear friends. I wish you all a very happy Independence Day. Today, we are gathered here to celebrate this auspicious occasion of Independence Day on 15th of August. On this year, we will celebrate 74th years of Independence Day. As we all know that Independence Day is an auspicious occasion for all of us. We celebrate this day with great enthusiasm and joy because our country got independence from British rule on 15th August 1947 on this day. It is a great and most important day for all Indians. This day is a very important day for all Indians because this day gives us an opportunity to remember the great freedom fighters who sacrificed their lives to give us a peaceful and beautiful life. Achieving independence from the British was a very impossible task for our ancestors, but our ancestors achieved it through constant efforts. We can never forget the work done by them, and we will always remember them. British ruled India for many years. India did not get independence because of the person many people fought for Indians' independence, and some of the revolutionaries are named Bhagat Singh, Sukhdev, Rajguru, Mahatma Gandhi, Jawaharlal Nehru, Netaji Subhash Chandra Bose, Lala Lajpat Rai, Chandrasekhar Azad, etc. The history of India tells everything about how our ancestors worked hard for the independence of India and faced all the cruel behavior of the British.